റമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതിനു വേണ്ടി നമ്മൾ 2 ഏത്തപ്പഴം എടുക്കുന്നുണ്ട്. ഇതാദ്യം നമുക്ക് തൊലി പൊളിച്ചൊന്ന് എടുക്കാം. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ആദ്യം ഒന്ന് നടുവേ മുറിച്ചിട്ട് 4 കഷ്ണം ആകത്തക്ക രീതിയിൽ ഒന്നുകൂടി മുറിക്കാം. ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ചേർക്കാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നെയ്യിലിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പഴം നന്നായി വഴന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഴം കൊണ്ടുള്ള ടേസ്റ്റി 4 മണി പലഹാരം റെഡിയായി കഴിഞ്ഞു. ഇത് ചെയ്യാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ട് ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക്